Hi friends, Assalamu alaikum. Welcome back our channel, My Tricks and Tips. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. സാധാരണ ഒരു ചെടികൾ നടുമ്പോൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് എടുത്തിട്ട് കണ്ടു നോക്കുക. പക്ഷേ നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ തയ്യാറാക്കുമ്പോൾ അതിനുള്ള മണ്ണ് തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് നമ്മൾ വെർട്ടിക്കൽ ഗാർഡന് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളൊരു കമ്പി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു ചെറിയ വെർട്ടിക്കൽ ഗാർഡൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വെർട്ടിക്കൽ ഗാർഡനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് വേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ എടുക്കുന്നത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ്. പിന്നെ നമുക്ക് കിച്ചണിൽ വേസ്റ്റ് വരുന്ന മുട്ടത്തോടും ചായയുടെ മട്ടും നമ്മൾ ഉണക്കിയെടുത്തതിന് ശേഷം അത് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കടല പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടത്തോടും ചായയുടെ മട്ടും കൂടെ ഉള്ള ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഏത് തരത്തിലുള്ള പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴും അതിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് വളരെ ഗുണം ചെയ്യും നമുക്ക്. കാരണം അതിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ച് പോകാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് വേപ്പിൻ പിണ്ണാക്ക്. അതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഇതുപോലുള്ള പൊടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഒരു ചട്ടി നിറയെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടിയുടെ അളവിലാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റും എടുക്കുന്നത്. അതായത് മിക്സിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് എടുക്കുന്നത്. ഈ ഒരു ചട്ടിയിലാണ്. ഈ ഒരു ചട്ടി നിറയെ നമ്മൾ കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കൊക്കോപീറ്റാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കുമ്പോൾ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കൊക്കോപീറ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മണ്ണാണ്. ഈ ഒരു പാത്രത്തിൽ 1/3 മണ്ണ് മാത്രം എടുത്താൽ മതി. അതായത് ഒരുപാട് മണ്ണായി കഴിഞ്ഞാൽ വെയിറ്റ് കൂടിപ്പോവും. അതുകൊണ്ട് 1/3 മാത്രം മണ്ണ് യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഫെർട്ടിലൈസർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യമൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. അതും ഇതുപോലെ നല്ലതായിട്ട് പൊടിച്ച് ചേർക്കണം. അപ്പാടെ ചേർത്ത് കൊടുക്കരുത്. നല്ല പൊടിയായിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇത് മണ്ണിൽ എല്ലായിടത്തും മിക്സായി കിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ പെർലൈറ്റ് ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ടാണ് പെർലൈറ്റ് ചേർത്ത് കൊടുക്കാത്തത്. പെർലൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒഴിഞ്ഞു പോകാനായിട്ട് പെർലൈറ്റ് നല്ലപോലെ സഹായിക്കും. അപ്പോൾ ഓൺലൈനിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പെർലൈറ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ഇവിടെ പെർലൈറ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ കുറച്ച് വെയിറ്റുള്ള സാധനമാണ്, എന്നാലും നമ്മൾ ഒരുപാട് ചേർക്കുന്നില്ല. അതുകൊണ്ട് പെർലൈറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പെർലൈറ്റ് തന്നെ ചേർത്ത് കൊടുക്കുക. പെർലൈറ്റ് കിട്ടാത്തവർ മാത്രം ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മണലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ചെറിയ പോട്ടിലാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർക്കുന്നില്ല. അതായത് നമ്മൾ എടുത്ത ആ ഒരു പോട്ടിൽ 1/4 മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതായത് ആ ഒരു പോട്ടിൻ്റെ 1/4 ഭാഗം മാത്രം മണലെടുത്തിട്ട് ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഊർന്നു പോകാനായിട്ട് നല്ലപോലെ സഹായകമാകും. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മാത്രമേ ഇതെല്ലാ സൈഡിലും എല്ലാ സാധനങ്ങളും എത്തുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പോട്ടിലേക്ക് ഇതെങ്ങനെയാണ് നിറയ്ക്കുന്നത് നോക്കാം. ഇതുപോലുള്ള പോട്ടുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹാങ്ങർ കുറച്ച് ബലമുള്ള ടൈപ്പിലുള്ള പോട്ട് തിരഞ്ഞെടുക്കാൻ നോക്കുക. പിന്നെ അതിന് ഡ്രെയിനേജ് ഹോളില്ലെങ്കിൽ ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു 3 ടൈപ്പ് പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു പോട്ട് അത്ര ബലമില്ല. ഈ ഒരു പോട്ടിൻ്റെ ഹാങ്ങർ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റേ പോട്ടാണ് ഇപ്പം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. കാരണം അത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 1 വർഷമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണ്ടേ ഒരു പോട്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ അടിയിൽ നമ്മൾ ഡയറക്റ്റ് ഇതുപോലെ അങ്ങ് മണ്ണ് നിറച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇതിൻ്റെ അടിവശത്ത് നമ്മൾ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയില ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കുന്നത്. മിക്സ് ഇട്ടതിന് ശേഷം നമ്മൾ ചെടി നടുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. ഒരു മണ്ണ് തയ്യാറാക്കിയിട്ട് നമ്മൾ കുറഞ്ഞത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ചെടി നടുകയാണെങ്കിൽ അതിൽ ചെടികൾ പെട്ടെന്ന് നല്ല രീതിയിൽ വളരുന്നതായിട്ട്
കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മണ്ണ് എന്തിനുള്ള മണ്ണായാലും മണ്ണ് തയ്യാറാക്കിയതിന് ശേഷം അതൊന്ന് ഇതുപോലെ പോട്ടിലൊക്കെ നിറച്ചിട്ട് 2-3 ദിവസം വെള്ളമൊക്കെ നനച്ച് അതങ്ങനെ വെക്കുക. അതിന് ശേഷം നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെ ചെടി നടുകയാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഇതിൽ ചെടി നട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്നൊരു ഫെർട്ടിലൈസറൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതിൽ നമ്മൾ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കിച്ചൺ വേസ്റ്റ് ആയിട്ടുള്ള ചായപ്പൊടിയും പിന്നെ മുട്ടത്തോടും അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു വളത്തിൻ്റെ ഒന്നും ആവശ്യം ഇതിൽ വരില്ല. അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ ഇതിൽ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ ഒരുപാട് സ്പേസ് ഒന്നും നമുക്ക് ഈ പോട്ടിൽ കിട്ടൂല. അതുകൊണ്ട് തന്നെ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആദ്യം മണ്ണ് തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുക. അതിനുശേഷം പിന്നെ ചെടികളൊക്കെ വളർന്നു വരുന്ന സമയത്ത് അതിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.